ഹലോ, ബട്ടൺ ഹോൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടത് നോക്കിയാലോ. ഈ ഒരു പ്രസർ ഫൂട്ടാണ് ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്രസർ ഫൂട്ടിൻ്റെ ഈ ടോപ്പിലായിട്ടാണ് നമ്മൾ ബട്ടൺ ഫിക്സ് ചെയ്ത് കൊടുക്കണേ. ഈ ബട്ടൻ്റെ ലെങ്ത് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഹോളും സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. പഴയ പ്രസർ ഫൂട്ട് മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു ബട്ടണിന് വേണ്ടിയിട്ടുള്ള പ്രസർ ഫൂട്ട് അവിടെ വെച്ച് കൊടുക്കും. പ്രസർ ഫൂട്ട് ഫിക്സ് ചെയ്ത ശേഷമാണ് നമ്മൾ ബാക്കിലുള്ള ഏറ്റവും ലിവർ വലിച്ചു കഴിയുമ്പോഴാണ് നമ്മളിതിൻ്റെ ഫങ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് എൻഡ് ചെയ്ത് കഴിയുമ്പോൾ തിരിച്ചത് നോർമൽ പൊസിഷനിലേക്ക് ഇടുകയും വേണം. നെക്സ്റ്റ് നമുക്ക് ബട്ടൺ സ്റ്റിച്ച് ചെയ്യാനുള്ള നമ്പർ ഇട്ട് കൊടുക്കാം. 35 ആണ് ഇട്ട് കൊടുക്കുന്നത്. 35 കൊടുക്കുക. അതിനകത്ത് 0.5 മുതൽ നമുക്ക് 1 വരെയും അതിൻ്റെ സ്റ്റിച്ചിൻ്റെ ലെങ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒരു ക്ലോത്ത് വെച്ചിട്ട് അതിൻ്റെ ത്രെഡ് നമ്മൾ ഹോളിലൂടെ അടിയിലേക്ക് എടുക്കണം. പിന്നെ ബ്ലാക്ക് ത്രെഡ് ആയതുകൊണ്ട് കാണാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു ഗ്രീൻ ക്ലോത്ത് എടുത്തു എന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ നമ്പറെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേണ്ട എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ പോയിന്റിൽ വന്നിട്ട് നമ്മൾ നീഡിൽ ആക്കി വയ്ക്കും. വൺസ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തത് അത് ബാക്കിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോയിട്ട് മെഷീൻ തന്നെ ആ ഒരു സ്റ്റിച്ച് എൻഡ് ചെയ്യും. നമ്മൾ ആക്സിലേറ്റർ കൊടുത്താൽ പിന്നെ അത് വർക്ക് ചെയ്യില്ല. വൺസ് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്കത് എടുക്കാം. അങ്ങനെ സ്റ്റിച്ചസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളതിൻ്റെ ഓപ്പൺ ഇട്ട് കൊടുക്കുന്നത്. ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് കീറിപ്പോകും. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.